2030 പിറക്കുന്നതോടെ ക്വാണ്ടം കമ്പ്യൂട്ടറുകൾ യാഥാർത്ഥ്യമാകുമെന്ന ശുഭപ്രതീക്ഷയിലാണ് ടെക് ലോകമാകെ. ടെക് ലോകത്തെ കമ്പനികളാണ് അതിനായി മുന്നിട്ട് നിൽക്കുന്നതും. അതിന് മുന്നോടിയായിട്ടാകണം 2026ഓടെ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് പരീക്ഷണശാലകളിൽ നിന്ന് പുറത്തുവന്ന പ്രായോഗികവും ഉപയോഗപ്രദവുമായ ഘട്ടത്തിലേക്ക് മാറാൻ പോകുന്നത്. ക്വാണ്ടം ആസ് എ സർവീസ്, ഹൈബ്രിഡ് ക്വാണ്ടം ക്ലാസിക്കൽ മോഡലുകൾ എന്നിവ വഴി ധനകാര്യം, മരുന്ന് നിർമ്മാണം, ലോജിസ്റ്റിക് മേഖലകളിൽ ക്വാണ്ടം സാങ്കേതിക വിദ്യ വ്യാപകമായി ഉപയോഗപ്പെടുത്തും. ക്വാണ്ടം സെക്യൂരിറ്റിയെ മുൻഗണന നൽകുന്ന വർഷമായി 2026 മാറും. ഇന്നത്തെ ഏറ്റവും വേഗതയേറിയ സൂപ്പർ കമ്പ്യൂട്ടറുകളേക്കാൾ കോടിക്കണക്കിന് മടങ്ങ് വേഗത്തിൽ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിവുള്ള ഒരു പുതിയ തലമുറ കമ്പ്യൂട്ടറുകൾ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് വാഗ്ദാനം ചെയ്യുന്നുണ്ട്. സൂപ്പർപൊസിഷൻ, എൻടാങ്കിൾമെന്റ് പോലുള്ള ഭയാനകമായ ക്വാണ്ടം ഇഫക്റ്റുകൾ ഉപയോഗിച്ച് ഡാറ്റയെ ക്യൂബിറ്റുകളായി പ്രോസസ്സ് ചെയ്യുകയാണ് ഇത് ചെയ്യുന്നത്. കേൾക്കുമ്പോൾ സങ്കീർണമാണെന്ന് തോന്നുമെങ്കിലും കുറച്ചൊക്കെ എളുപ്പമാണെന്ന് പറയാം. 2026-ൽ ഈ ആകർഷകമായ സാങ്കേതിക വിദ്യ എന്തൊക്കെ മാറ്റങ്ങളാണ് കൊണ്ടുവരുന്നതെന്ന് വിശദമായി നോക്കാം ടെക് ടോക്കിലൂടെ. ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് ഒരു കാലത്ത് ഗവേഷണത്തിന്റെ ഒരു പ്രധാന വിഷയമായിരുന്നു. എന്നാൽ ഇപ്പോൾ അത് ബിസിനസ് ആപ്ലിക്കേഷനുകളിൽ ഉറച്ച സ്ഥാനം കണ്ടെത്തുന്നതിലേക്ക് അതിവേഗം നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. 2026-ൽ ക്വാണ്ടം പൊട്ടൻഷ്യൽ ടെക്നോളജിയിൽ നിന്ന് പ്രാക്ടിക്കൽ പ്രൊഡക്റ്റിലേക്ക് മാറുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് വളരെ ദൂരം മുന്നോട്ട് പോയി കഴിഞ്ഞു. സമീപകാല സംഭവവികാസങ്ങൾ വളരെ പരിവർത്തനമായി തന്നെ കാണണം. തെറ്റുകൾ കുറയ്ക്കുന്നതിനും കൂടുതൽ കൺസിസ്റ്റന്റ് കാൽക്കുലേഷൻ സൃഷ്ടിക്കുന്നതിനുമായി ഫിസിക്കൽ ക്യൂബിറ്റുകളെ ഗ്രൂപ്പ് ചെയ്യുന്നതിലും നിയന്ത്രിക്കുന്നതിലും ഒരുപാട് ശ്രമങ്ങളാണ് നടക്കുന്നത്. ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങിനെ ഒരു പ്രായോഗിക വാണിജ്യ ഉൽപ്പന്നമോ സേവനമോ ആക്കാൻ ടെക് ഭീമന്മാർ കഠിനമായ പരിശ്രമത്തിലാണ്. ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് ഒരു കാലത്ത് ഗവേഷണത്തിൻ്റെ ഒരു പ്രധാന വിഷയമായിരുന്നതാണ്. എന്നാൽ ഇപ്പോൾ അത് ബിസിനസ് ആപ്ലിക്കേഷനുകളിൽ ഉറച്ചൊരു സ്ഥാനം കണ്ടെത്താനായി അതിവേഗം നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഹാർഡ്വെയറിലും ഘടകങ്ങളിലുമുള്ള പുരോഗതിയും പവർ ചെയ്ത സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷനുകളും ഒരു ബിസിനസ് ആവാസ വ്യവസ്ഥയും ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് പോലുള്ള നൂതന പരിഹാരങ്ങളിലെ എന്റർപ്രൈസ് നിക്ഷേപത്തിലെ വർധനവ് തുടങ്ങിയ ഘടകങ്ങളൊക്കെ വരും വർഷങ്ങളിൽ ക്വാണ്ടം തരംഗത്തിന് ശക്തമായി തന്നെ അടിത്തറപ്പാകും. 2026-ൽ ക്വാണ്ടം സാധ്യതയുള്ള സാങ്കേതിക വിദ്യയിൽ നിന്ന് പ്രായോഗിക ഉൽപ്പന്നങ്ങളിലേക്ക് മാറുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് വളരെ ദൂരം മുന്നോട്ട് പോയി കഴിഞ്ഞു. സമീപകാല സംഭവവികാസങ്ങളൊക്കെ നോക്കിയാൽ ഒരു പരിവർത്തനാത്മകമായി തന്നെ അതിനെയെല്ലാം കണക്കാക്കാം. ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് ഡെമോൺസ്ട്രേഷനിൽ നിന്ന് ഡിപ്ലോമാറ്റിലേക്ക് വേഗത്തിൽ തന്നെ നീങ്ങുകയാണെന്നാണ് ബിസിനസ്സിലെ സാങ്കേതിക നേതാക്കളൊക്കെ സമ്മതിക്കുന്നത്. നോയ്സ് ഇന്റർമീഡിയറ്റ് സ്കെയിൽ ക്വാണ്ടം യുഗം വളരെ വേഗത്തിൽ തന്നെ തിരുത്തൽ, സ്ഥിരത, വലിയ തോതിലുള്ള ആർക്കിടെക്ചറുകൾ എന്നിവ മുൻഗണന നൽകുന്ന ഒരു യുഗത്തിലേക്ക് പരിണമിച്ചുകൊണ്ടിരിക്കുകയാണ്. മക്കിൻസി ആൻഡ് കമ്പനിയുടെ ക്വാണ്ടം ടെക്നോളജി മോണിറ്റർ 2025 പ്രകാരം ബിസിനസ് ക്യൂബിറ്റുകൾ ചേർക്കുന്നതിന് പകരം പരസ്പരബന്ധം, കണക്ടിവിറ്റി, മൊത്തത്തിലുള്ള സിസ്റ്റത്തിന്റെ വിശ്വാസ്യത എന്നിവ മെച്ചപ്പെടുത്തുന്നതിലേക്കാണ് നീങ്ങുന്നത്. തെറ്റുകൾ കുറയ്ക്കുന്നതിനും കൂടുതൽ സ്ഥിരതയുള്ള കണക്കുകൂട്ടലുകൾ സൃഷ്ടിക്കുന്നതിനുമായി ഭൗതിക ക്യൂബിറ്റുകൾ ഗ്രൂപ്പ് ചെയ്യുന്നതിനും നിയന്ത്രിക്കുന്നതിനും വർദ്ധിച്ചു വരുന്ന ശ്രമങ്ങളാണ് നടക്കുന്നത്. ഒറ്റപ്പെട്ട ക്വാണ്ടം ചിപ്പുകളേക്കാൾ പൂർണ്ണ സ്റ്റാക്ക് പരിഹാരങ്ങളിൽ പ്രവർത്തിക്കുന്നതിന് ഹാർഡ്വെയർ നിർമ്മാതാക്കൾ, സോഫ്റ്റ്വെയർ ടീമുകൾ, അൽഗോരിതം ഡെവലപ്പർമാർ, ഇക്കോസിസ്റ്റം പങ്കാളികൾ എന്നിവരുമായി അടുത്ത് പ്രവർത്തിക്കുന്ന കൂടുതൽ സമഗ്രമായ ഒരു സിസ്റ്റത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. വൈവിധ്യമാർന്ന ക്യൂബിറ്റ് രീതികളും ക്വാണ്ടം ഹാർഡ്വെയർ പ്ലാറ്റ്ഫോമുകളും നോക്കാം. ചുരുക്കി പറഞ്ഞാൽ ക്വാണ്ടം ഹാർഡ്വെയർ കൂടുതൽ പുരോഗമിക്കുകയാണ്. പൂർണ്ണമായും തകരാറുകളില്ലാത്ത ഒരു യന്ത്രം വികസിപ്പിക്കുന്നതിൽ നമ്മൾ ഇപ്പോഴും വളരെ അകലെയാണെങ്കിലും നിർമ്മാണ ബ്ലോക്കുകളെ ശക്തവും ഭാവിക്ക് അനുയോജ്യമാക്കുന്നതിൽ വളരെയധികം തന്നെ നമ്മൾ മുന്നേറിയിട്ടുമുണ്ട്. ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങിന്റെ ഒരു പ്രായോഗിക വാണിജ്യ ഉൽപ്പന്നമോ സേവനമോ ആക്കാൻ ടെക് ഭീമന്മാരൊക്കെ കഠിനമായി തന്നെ പരിശ്രമിക്കുകയാണ്. ഇത് കേവലം ഒരു അക്കാദമിക് മേഖലയിൽ മാത്രം ഒതുങ്ങുന്നതല്ല. നിരവധി കൺസൾട്ടൻസി റിപ്പോർട്ടുകളും ഈ ധാരണ വ്യക്തമാക്കുന്നുണ്ട്. മക്കിൻസിയുടെ അഭിപ്രായത്തിൽ 3 സ്തംഭങ്ങളുള്ള ക്വാണ്ടം ആവാസ വ്യവസ്ഥ, അതായത് ക്വാണ്ടം കമ്പ്യൂട്ടിംഗ്, ക്വാണ്ടം കമ്മ്യൂണിക്കേഷൻ, ക്വാണ്ടം സെൻസിംഗ് 2030കളുടെ മധ്യത്തോടെ ഏകദേശം 10,000 കണക്കിന് ഡോളർ വരുമാനം ഉണ്ടാക്കുമെന്നാണ് പറയപ്പെടുന്നത്. ബെയിൻ ആൻഡ് കമ്പനിയുടെ മറ്റൊരു റിപ്പോർട്ട് അനുസരിച്ച് ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് സൈദ്ധാന്തികത്തിൽ നിന്ന് അനിവാര്യതയിലേക്ക് നീങ്ങുകയാണെന്നും ഭാവിയിൽ വളരെയധികം മൂല്യം പ്രവചിക്കുന്നുവെന്നും എടുത്തു കാണിക്കുന്നുമുണ്ട്. കൂടാതെ ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങിനായുള്ള നിക്ഷേപ പ്രവർത്തനങ്ങൾ അഭൂതപൂർവമായ നിരക്കിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ക്വാണ്ടം ഇൻസൈഡർ പ്രകാരം ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് പരീക്ഷണത്തിൽ നിന്ന് ആദ്യകാല വാണിജ്യവൽക്കരണത്തിലേക്ക് നീങ്ങുന്നുവെന്ന് വ്യക്തമായി കാണിക്കുന്ന നിരവധി ചെറുതും വലുതുമായ ഫണ്ടിംഗ് റൗണ്ടുകളും മൾട്ടി ഇയർ കരാറുകളുമുണ്ട്.
സ്റ്റാർട്ടപ്പുകൾ മുതൽ സാങ്കേതിക ഭീമന്മാർ വരെയും സർക്കാരുകൾ വരെയും ക്വാണ്ടം ആവാസ വ്യവസ്ഥയിലെ നിക്ഷേപം വളരുകയാണ്. ഇതൊരു നല്ല സൂചനയായി തന്നെയാണ് കണക്കാക്കപ്പെടുന്നത്. മിത്തെന്ന് കരുതിയിരുന്ന ക്വാണ്ടം കമ്പ്യൂട്ടിംഗിന്റെ അപാരശേഷി അഥവാ ക്വാണ്ടം സുപ്രമസി യാഥാർത്ഥ്യത്തിലേക്ക് എന്നതിന്റെ സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എന്താണ് ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങിനെ ഇത്ര കരുത്തുറ്റതാക്കുന്നത് എന്ന ചോദ്യവും പ്രസക്തമാണ്. 2030 പിറക്കുന്നതിന് മുമ്പ് ക്വാണ്ടം കമ്പ്യൂട്ടറുകൾ യാഥാർത്ഥ്യമാകുമെന്ന ശുഭപ്രതീക്ഷയിലാണ് ടെക് ലോകത്തെ വമ്പൻ കമ്പനികൾ. ദൈനംദിന ഉപയോഗത്തിന് ക്വാണ്ടം കമ്പ്യൂട്ടർ ഉപയോഗിക്കാൻ ഇനിയും ഒരു പതിറ്റാണ്ട് വേണ്ടിവരും. മിത്തെന്ന് കരുതിയിരുന്ന ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങിന്റെ അപാരശേഷി അഥവാ ക്വാണ്ടം സുപ്രീമസി യഥാർത്ഥത്തിലേക്കെന്ന സൂചനയാണ് വരുന്നത്. എന്താണ് ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങിനെ ഇത്ര കരുത്തുറ്റതാക്കുന്നത്? സാധാരണ കമ്പ്യൂട്ടറുകൾ വൈദ്യുതിയുടെ ഒഴുക്കുമായി ബന്ധപ്പെട്ടാണ് പ്രവർത്തിക്കുന്നത്. ഇതിനെ അടിസ്ഥാനപ്പെടുത്തി 0, 1 എന്നീ ഡിജിറ്റൽ മൂല്യങ്ങളുള്ള ബിറ്റുകളാണ് നമ്മൾ ഇന്ന് കാണുന്ന ഡിജിറ്റൽ കമ്പ്യൂട്ടറുകളുടെ അടിസ്ഥാനം. എന്നാൽ ഇലക്ട്രോണുകൾ, ഫോട്ടോണുകൾ തുടങ്ങി ക്വാണ്ടം മെക്കാനിക്സ് നിയമങ്ങൾ അനുസരിക്കുന്ന കണങ്ങളുടെ ഭൗതിക നിയമങ്ങൾ ഉപയോഗിച്ചാണ് ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് പ്രവർത്തിക്കുന്നത്. 2030 പിറക്കുന്നതിന് മുമ്പ് ക്വാണ്ടം കമ്പ്യൂട്ടറുകൾ യാഥാർത്ഥ്യമാകുമെന്ന ശുഭപ്രതീക്ഷയിലാണ് ടെക് ലോകത്തെ വമ്പൻ കമ്പനികൾ. IBM, ഗൂഗിൾ തുടങ്ങിയ കമ്പനികൾ ഇക്കാര്യത്തിൽ ശുഭപ്രതീക്ഷയാണ് നൽകുന്നത്. ഗൂഗിളിന്റെ ക്വാണ്ടം റിസർച്ച് ടീം ക്വാണ്ടം കമ്പ്യൂട്ടിംഗിലെ ശ്രദ്ധേയമായ ഒരു വെല്ലുവിളി കഴിഞ്ഞ വർഷം മറികടന്നിരുന്നു. എന്നാൽ മറ്റ് ചില കമ്പനികൾക്ക് അത്രയും ശുഭപ്രതീക്ഷയില്ല. ക്വാണ്ടം കമ്പ്യൂട്ടറുകൾ ഉപയോഗപ്രദമായ നിലയിൽ വരാൻ ഇനിയും 20 വർഷമൊക്കെ എടുക്കുമെന്നാണ് അവർ പറയുന്നത്. ഏതായാലും വലിയ ആവേശത്തിലാണ് ക്വാണ്ടം ലോകം. ക്വാണ്ടം സുപ്രീമസി എന്ന വാക്ക് ആദ്യം ഉപയോഗിച്ചത് കാലിഫോർണിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലെ ഭൗതിക ശാസ്ത്രജ്ഞൻ ജോൺ പ്രെസ്കിലാണ്. ഇതിന്റെ ആശയം ആദ്യമായി നൽകിയത് 1981 ലോകപ്രശസ്ത ഭൗതിക ശാസ്ത്രജ്ഞൻ റിച്ചാർഡ് ഫെയ്മാനും. സാധാ കമ്പ്യൂട്ടറുകൾക്ക് പോലും സ്വപ്നം കാണാൻ പറ്റാത്ത സമസ്യകൾ ഞൊടിയിടയിൽ ചെയ്തു തീർക്കുന്ന ബ്രഹ്മാണ്ഡ കമ്പ്യൂട്ടർ പ്രോസസ്സറുകളാണ് ഇതിന്റെ അടിസ്ഥാനം. ദീർഘനാളായി തന്നെ ഈ മേഖലയിൽ മത്സര രംഗത്തുള്ള IBMഉം ഗൂഗിളും ക്വാണ്ടം പ്രോസസ്സറുകൾ ഇറക്കിയിട്ടുണ്ട്. ബ്രിസിൽകോൺ, ടെനറിഫ്, യോർക്ക് ടൗൺ തുടങ്ങിയ ആദ്യകാല ഉദാഹരണങ്ങളാണ്. സൂപ്പർ കമ്പ്യൂട്ടറുകൾ 10,000 വർഷമെടുത്ത് ചെയ്യുന്ന കണക്കുകൂട്ടൽ വെറും 3 മിനിറ്റ് കൊണ്ട് ഗൂഗിളിന്റെ സൈക്കോമോർ മിഷൻ ചെയ്തതോടെയാണ് ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങിന്റെ ശേഷി ലോകം ശരിക്കും അറിഞ്ഞത്. സാധാരണ കമ്പ്യൂട്ടറുകളിലെ ബിറ്റുകൾക്ക് പകരം ഇവിടെ ക്യൂബിറ്റുകളാണ് ഉപയോഗിക്കുന്നത്. ഒരു ക്യൂബിറ്റിന് സാധാരണ ബിറ്റിനേക്കാൾ പല മടങ്ങ് വിവരങ്ങളാണ് ശേഖരിച്ചു വെക്കാൻ കഴിയുക. ഇത് പ്രൊസസ്സർ ശേഷി വലിയ രീതിയിൽ തന്നെ കൂട്ടുന്നതാണ്. ഫലമോ സാധാരണ കമ്പ്യൂട്ടർ വിമാനമാണെങ്കിൽ ക്വാണ്ടം കമ്പ്യൂട്ടർ റോക്കറ്റാണ്. ഇതൊക്കെയാണെങ്കിലും ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് ഉടനൊന്നും ജനോപകാരപ്രദമായി നിലയിലേക്ക് എത്താൻ വഴിയില്ല എന്നാണ് പറയപ്പെടുന്നത്. കാരണം ചെലവ് തന്നെയാണ്. പ്രത്യേകം ശീതീകരിച്ച സംവിധാനത്തിലെ ക്വാണ്ടം പ്രോസസ്സർ സ്ഥാപിക്കാനാകൂ. ക്വാണ്ടം കമ്പ്യൂട്ടർ ഓണാക്കാനും ഓഫാക്കാനും ദിവസങ്ങൾ തന്നെ വേണം. ദൈനംദിന ഉപയോഗത്തിന് ക്വാണ്ടം കമ്പ്യൂട്ടർ ഉപയോഗിക്കാൻ ഇനിയും ഒരു പതിറ്റാണ്ട് തന്നെ വേണ്ടിവരും. 1960കളിൽ ക്യൂബിറ്റുകൾ ഉപയോഗിച്ച് കോൺജുറേറ്റഡ് കോഡിംഗ് എന്ന പ്രക്രിയ അമേരിക്കൻ ഭൗതിക ശാസ്ത്രജ്ഞൻ സ്റ്റീഫൻ വീർ കണ്ടുപിടിച്ചതോടെയാണ് ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങിന്റെ തുടക്കം കുറിച്ചത്. 1976 പോളിഷ് ശാസ്ത്രജ്ഞൻ റോമൻ ഇൻകാർഡർ ക്വാണ്ടം ഇൻഫർമേഷൻ തിയറി എന്ന പ്രബന്ധം പ്രസിദ്ധീകരിച്ചു. 1981 വിഖ്യാത ശാസ്ത്രജ്ഞൻ റിച്ചാർഡ് ഫെയ്മാൻ MITയിൽ ക്വാണ്ടം കമ്പ്യൂട്ടറിന്റെ അടിസ്ഥാന മോഡൽ അവതരിപ്പിക്കുകയും ചെയ്തു. എന്നാൽ ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങിന്റെ സൈദ്ധാന്തികമായ സാധ്യത 1982 അവതരിപ്പിച്ചത് ശാസ്ത്രജ്ഞനായ പോൾ ബെനിയോഫ് ആണ്. 1985 യൂണിവേഴ്സൽ ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങിനെ കുറിച്ചുള്ള ആശയം ഓക്സ്ഫോർഡ് സർവകലാശാലയിൽ ഡേവിഡ് ബ്യൂഷെ അവതരിപ്പിച്ചു. 1993 ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങിന്റെ വേഗം വർദ്ധിപ്പിക്കാനുള്ള ഒറാക്കിൾ പ്രോഗ്രാം മോൺട്രിയൽ സർവകലാശാല കണ്ടുപിടിച്ചതും നാഴികക്കല്ലായിരുന്നു. തൊട്ടടുത്ത വർഷം ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങിന് വേണ്ടിയുള്ള പ്രധാനപ്പെട്ട അൽഗോരിതം ന്യൂയോർക്കിലെ ബെൽ ലബോറട്ടറിയിലെ ഗവേഷകൻ പീറ്റർ ഷോറും കണ്ടുപിടിച്ചു. ഷോർട്സ് അൽഗോരിതം എന്ന പേരിലാണ് ഇത് പ്രശസ്തമായത്. 1998 ആദ്യം 3 ക്യൂബിറ്റ് കമ്പ്യൂട്ടറുകൾ, 2000 അത് 5, 7 ക്യൂബിറ്റ് NRM കമ്പ്യൂട്ടറുകൾ എന്നിവ പരീക്ഷണാടിസ്ഥാനത്തിൽ നിർമ്മിച്ചു. 2006 ക്വാണ്ടം ടെലിക്ലോണിംഗ് പരീക്ഷിച്ചു. പിന്നീട് 12-ബിറ്റ് കമ്പ്യൂട്ടർ വികസിപ്പിച്ചു. 2008 ഗ്രാഫിൻ ഉപയോഗിച്ച് ക്വാണ്ടം ഡോട്ട് ക്യൂബിറ്റ് അവതരിപ്പിച്ചു. പിന്നീട് ഇങ്ങോട്ട് എല്ലാം വികസനമായിരുന്നു. ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് സംവിധാനങ്ങൾ, സോഫ്റ്റ്വെയർ സേവനങ്ങൾ എന്നിവ വികസിപ്പിക്കുന്നതിൽ മുൻപന്തിയിലുള്ള ഒരു പ്രമുഖ കമ്പനിയാണ് D-Wave. ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് സിസ്റ്റങ്ങൾ, സോഫ്റ്റ്വെയർ സേവനങ്ങൾ എന്നിവയുടെ വികസനത്തിനും വിതരണത്തിനും D-Wave ഒരു മുൻനിരക്കാരനാണ്. 1999 സ്ഥാപിതമായ ഈ കമ്പനി ക്വാണ്ടം അനീലിംഗ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് വാണിജ്യപരമായ ക്വാണ്ടം കമ്പ്യൂട്ടറുകൾ നിർമ്മിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ കമ്പനിയായാണ് അറിയപ്പെടുന്നത്.
കാലിഫോർണിയയിലെ പാലോ ആൾട്ടോയിലും ബ്രിട്ടീഷ് കൊളംബിയയിലെ ബർണബിയിലും ലൊക്കേഷനുകളുള്ള ഒരു ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് കമ്പനിയാണ് ദി വേവ് ക്വാണ്ടം ഇൻകോർപ്പറേറ്റ്. ക്വാണ്ടം ഇഫക്റ്റുകൾ ചൂഷണം ചെയ്യുന്ന കമ്പ്യൂട്ടറുകൾ തങ്ങളുടെ പ്രവർത്തനത്തിൽ വിൽക്കുന്ന ലോകത്തിലെ ആദ്യത്തെ കമ്പനിയാണെന്നാണ് ഡി-വേവ് അവകാശപ്പെടുന്നത്. ഡി-വേവിന്റെ ആദ്യകാല ഉപയോക്താക്കളിൽ ലോക്ക്ഹീഡ് മാർട്ടിൻ, സദേൺ കാലിഫോർണിയ സർവകലാശാല, ഗൂഗിൾ അല്ലെങ്കിൽ നാസ, ലോസ് അലോമസ് നാഷണൽ ലബോറട്ടറി എന്നിവയും ഉൾപ്പെടുന്നുണ്ട്. ഡി-വേവ് ഒരു ജനറിക് യൂണിവേഴ്സൽ ക്വാണ്ടം കമ്പ്യൂട്ടർ നടപ്പാക്കുന്നില്ല. പകരം അവരുടെ കമ്പ്യൂട്ടറുകൾ പ്രത്യേക ക്വാണ്ടം അനീലിംഗ് ആണ് നടപ്പിലാക്കുന്നത്. ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് സിസ്റ്റങ്ങൾ, സോഫ്റ്റ്വെയർ, സേവനങ്ങൾ എന്നിവയുടെ വികസനത്തിനും വിതരണത്തിനും ഡി-വേവ് ഒരു മുൻനിരക്കാരനാണ്. ക്വാണ്ടം കമ്പ്യൂട്ടറുകളുടെ ലോകത്തിലെ ആദ്യത്തെ വാണിജ്യ വിതരണക്കാരനും അനീലിംഗ് ഗേറ്റ് മോഡൽ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് സാങ്കേതിക വിദ്യകൾ എന്നിവ ഉൾക്കൊള്ളുന്ന ഡ്വൽ പ്ലാറ്റ്ഫോം ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് ഉൽപ്പന്നങ്ങളും സേവനങ്ങളും വാഗ്ദാനം ചെയ്യുന്ന ആദ്യത്തേതും ഏകവുമായ കമ്പനിയാണിത്. ഫാരിസ് ബ്രിട്ടീഷ് കൊളംബിയ സർവകലാശാലയിൽ ഒരു ബിസിനസ് കോഴ്സ് പഠിച്ചിരുന്ന ജിയോഡി റോസും സാഗോസിൻ ഒരു പോസ്റ്റ് ഡോക്ടറൽ ഫെലോയുമായിരുന്നു. ഡി-വേവ് സൂപ്പർ കണ്ടക്ടറുകൾ ഉപയോഗിക്കുന്ന അവരുടെ ആദ്യത്തെ ക്വിറ്റ് ഡിസൈനുകളെയാണ് കമ്പനിയുടെ പേര് സൂചിപ്പിച്ചത്, ദി വേവ്സ്. ബ്രിട്ടീഷ് കൊളംബിയയിലെ വാൻകൂവറിൽ വിവിധ സ്ഥലങ്ങളിൽ നിന്നും UBCയിലെ ലബോറട്ടറി ഇടങ്ങളിൽ നിന്നും ഡി-വേവ് പ്രവർത്തിച്ചിരുന്നു. തുടർന്ന് അയൽപ്പക്കത്തെ പ്രാന്തപ്രദേശമായ ബർണബിയിലെ നിലവിലെ സ്ഥലത്തേക്ക് മാറി. കാലിഫോർണിയയിലെ പാലോ ആൾട്ടോയിലെ USA കാലിഫോർണിയയിലും വിയന്നയിലും ഡി-വേവിന് ഓഫീസുകളുമുണ്ട്. ഭൗതികശാസ്ത്ര ജ്യോതിശാസ്ത്ര വകുപ്പുമായി ബന്ധം നിലനിർത്തിക്കൊണ്ട് UBCയുടെ ഒരു ശാഖയായി തന്നെയാണ് ഡി-വേവ് പ്രവർത്തിച്ചത്. ക്വാണ്ടം കമ്പ്യൂട്ടിംഗിലെ അക്കാദമിക് ഗവേഷണത്തിന് ഇത് ധനസഹായവും നൽകി. അങ്ങനെ ഗവേഷണ ശാസ്ത്രജ്ഞരുടെ ഒരു സഹകരണ ശൃംഖല തന്നെ കെട്ടിപ്പടുത്തിട്ടുണ്ട് അവർ. UBC, IPHD ജന, യൂണിവേഴ്സിറ്റി ഓഫ് ഷെർബ്രൂക്ക്, യൂണിവേഴ്സിറ്റി ഓഫ് ടൊറാൻഡോ, യൂണിവേഴ്സിറ്റി ഓഫ് ട്വൻറ്റെ, ചാൾമേഴ്സ്, യൂണിവേഴ്സിറ്റി ഓഫ് ടെക്നോളജി, യൂണിവേഴ്സിറ്റി ഓഫ് എർലാങ്കൻ, ജെറ്റ് പ്രൊഫഷണൽ ലബോറട്ടറി എന്നിവയുൾപ്പെടെ നിരവധി സർവകലാശാലയുടെയും സ്ഥാപനങ്ങളുമായും കമ്പനി സഹകരിച്ചിട്ടുണ്ട്. ഈ പങ്കാളിത്തത്തിൽ 2005 വരെ ഡി-വേവിന്റെ വെബ്സൈറ്റിൽ തന്നെ ലിസ്റ്റും ചെയ്തിട്ടുണ്ട്. ക്വാണ്ടം ഹാർഡ്വെയർ ഉപയോഗിച്ച് യഥാർത്ഥ ലോകത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനായി 2014 ജൂണിൽ ഡി-വേവ് കമ്പ്യൂട്ടേഷണൽ ഫിനാൻസ് സ്ഥാപനമായ 1QBit ഇൻഫർമേഷൻ ടെക്നോളജീസ്, ക്യാൻസർ ഗവേഷണ ഗ്രൂപ്പ്, DNA സീക്വൻസിംഗ് എന്നിവയുമായി ഒരു പുതിയ ക്വാണ്ടം ആപ്ലിക്കേഷൻ ഇക്കോസിസ്റ്റവും പ്രഖ്യാപിച്ചിട്ടുണ്ട്. 2025 ഡി-വേവ് സയൻസ് ജേണൽ ഒരു പ്രബന്ധം പ്രസിദ്ധീകരിച്ചിരുന്നു. പരമ്പരാഗത കമ്പ്യൂട്ടറിൽ അത്തരമൊരു സിമുലേഷൻ നടക്കുന്നതിനേക്കാൾ നാടകീയമായ വേഗത്തിൽ ഒരു ക്വാണ്ടം കമ്പ്യൂട്ടറിൽ നടത്തിയ ഒരു കാന്തിക വസ്തുവിന്റെ കമ്പ്യൂട്ടേഷണൽ സിമുലേഷനെ വിവരിക്കുന്നതായിരുന്നു അത്. എന്നിരുന്നാലും ചില ഭൗതിക ശാസ്ത്രജ്ഞർ ഈ അവകാശവാദങ്ങളെയും ചോദ്യം ചെയ്യാനും എത്തിയിട്ടുണ്ട്. ഇവരുടെ യാത്ര തുടരുകയാണ്. ക്വാണ്ടം കമ്മ്യൂണിക്കേഷനിൽ സുപ്രധാന നേട്ടം കൈവരിച്ച് ഇന്ത്യയും മുന്നിൽ തന്നെയുണ്ട്. പ്രതിരോധ ഗവേഷണ സ്ഥാപനമായ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷനും IIT ഡൽഹിയും ചേർന്ന് വിജയകരമായി ക്വാണ്ടം കമ്മ്യൂണിക്കേഷൻ സാങ്കേതിക വിദ്യ കഴിഞ്ഞ വർഷം പരീക്ഷിച്ചിരുന്നു. DRDOയുടെ ഇൻഡസ്ട്രി അക്കാഡമിയ സെന്റർ ഫോർ എക്സലൻസും IIT ഡൽഹിയും ചേർന്നാണ് ഗവേഷണങ്ങൾ നടത്തിയത്. ക്വാണ്ടം സാങ്കേതിക വിദ്യ രാജ്യത്തിന്റെ കുതിപ്പിന് കാരണമാകുന്ന വിജയമാണ് പരീക്ഷണത്തിലൂടെ ലഭിച്ചതെന്നായിരുന്നു പുറത്തുവന്ന വിവരം. ക്വാണ്ടം കമ്മ്യൂണിക്കേഷനിൽ സുപ്രധാന നേട്ടം കൈവരിച്ചിട്ടുണ്ട് ഇന്ത്യയും. പ്രതിരോധ ഗവേഷണ സ്ഥാപനമായ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷനും IIT ഡൽഹിയും ചേർന്ന് വിജയകരമായ ക്വാണ്ടം കമ്മ്യൂണിക്കേഷൻ സാങ്കേതിക വിദ്യ പരീക്ഷിച്ചിരുന്നത്. DRDOയും ഇൻഡസ്ട്രി അക്കാഡമിയ സെന്റർ ഫോർ എക്സലൻസും IIT ഡൽഹിയും ചേർന്നായിരുന്നു ഗവേഷണങ്ങൾ നടത്തിയത്. ക്വാണ്ടം സാങ്കേതിക വിദ്യയിൽ രാജ്യത്തിന്റെ കുതിപ്പിന് കാരണമാകുന്ന വിജയമാണ് പരീക്ഷണത്തിലൂടെ ലഭിച്ചത്. 1 കിലോമീറ്ററോളം ദൂരത്തിലുള്ള സ്ഥലത്തേക്ക് സെക്കൻഡിൽ 240 ബിറ്റ്സ് എന്ന വേഗതയിൽ വിവരങ്ങൾ കൈമാറ്റം ചെയ്തതാണ് ഗവേഷകർ വിജയം കൈവരിച്ചത്. പരമ്പരാഗത ആശയവിനിമയ സംവിധാനങ്ങളെ മറികടക്കാൻ ശേഷിയുള്ള വിലയിരുത്തുന്ന സാങ്കേതിക വിദ്യയാണ് ഈ ക്വാണ്ടം കമ്മ്യൂണിക്കേഷൻ. US, ചൈന തുടങ്ങിയ രാജ്യങ്ങൾ ഇക്കാര്യത്തിൽ വലിയ ഗവേഷണങ്ങളാണ് നടത്തുന്നത്. ഈ നിരയിലേക്കാണ് പരീക്ഷണ വിജയത്തോടെ ഇന്ത്യ സ്വന്തം സ്ഥാനം നേടിയെടുത്തത്. ക്വാണ്ടം എൻടാഞ്ചിൽമെന്റ് എന്ന ഭൗതിക പ്രതിഭാസത്തെ അടിസ്ഥാനപ്പെടുത്തി വികസിപ്പിച്ച സാങ്കേതിക വിദ്യയാണ് ഇന്ത്യൻ ഗവേഷകർ പരീക്ഷിച്ചിരുന്നത്. ഒരു സ്ഥലത്ത് നിന്ന് കേബിളുകളോ ഇന്റർനെറ്റോ അല്ലാതെ വിദൂര സ്ഥലത്തേക്ക് ക്വാണ്ടം എൻടാങ്കിൾമെന്റ് എന്ന പ്രതിഭാസത്തെ അടിസ്ഥാനമാക്കി വിവരം കൈമാറുന്ന രീതിയാണ് ഗവേഷകർ വിജയമായി പരീക്ഷിച്ചത്. ഒരു കണികയുടെ ക്വാണ്ടം നിലയെ മറ്റൊരു കണികയുടെ ക്വാണ്ടം നില തൽക്ഷണം സ്വാധീനിക്കുന്ന വിധം
ഒരു ജോഡിയോ ഒരു കൂട്ടമോ കണികകൾ സൃഷ്ടിച്ച് അവ തമ്മിൽ സംവേദനം ചെയ്യുന്ന പ്രതിഭാസമായിരുന്നു ക്വാണ്ടം എൻടാങ്കിൾമെന്റ്. ലളിതമായി പറഞ്ഞാൽ രണ്ടോ അതിലധികമോ കണങ്ങൾ പരസ്പരം എത്ര ദൂരത്തിലായിരുന്നാലും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. ഒരു കണത്തിന്റെ സ്വഭാവം നിശ്ചയിക്കപ്പെട്ടാൽ അതുമായി ബന്ധപ്പെട്ട മറ്റ് കണങ്ങളുടെ സ്വഭാവവും എങ്ങനെയായിരിക്കുമെന്ന് മനസ്സിലാക്കാനാകും. ഇവിടെ രണ്ട് കണികകൾ മൈലുകൾ അകലെയാണെങ്കിലും ഒന്നിന് സംഭവിക്കുന്നത് മറ്റൊന്നിനെ തൽക്ഷണം ബാധിക്കുന്ന തരത്തിൽ ബന്ധപ്പെട്ടിരിക്കും. ഇതനുസരിച്ച് ഒന്നിന്റെ സ്വഭാവം മാറ്റുന്നതിനനുസരിച്ച് മറ്റൊന്നിന്റെ സ്വഭാവവും മാറും. ഈ രീതിയിൽ ഉപയോഗിച്ചുള്ള ആശയവിനിമയമാണ് ക്വാണ്ടം കമ്മ്യൂണിക്കേഷൻ. ക്വാണ്ടം നെറ്റ്വർക്ക്, ക്വാണ്ടം ഇന്റർനെറ്റ്, ക്വാണ്ടം സൈബർ സെക്യൂരിറ്റി എന്നീ മേഖലകളിലെ വികസനത്തിന് പരീക്ഷണ വിജയം വഴിതെളിക്കുമെന്നാണ് പ്രതിരോധ മന്ത്രാലയവും അറിയിച്ചത്. പരീക്ഷണ വിജയത്തിൽ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഗവേഷകരെ അഭിനന്ദിക്കുകയും ചെയ്തിരുന്നു. ഭാവിയിലെ യുദ്ധരീതികളെ മാറ്റിമറിക്കുന്ന കണ്ടുപിടുത്തമായിരുന്നു ഗവേഷകർ നടത്തിയതെന്നാണ് അദ്ദേഹം കുറിച്ചത്. നിലവിലെ ഹാക്കിംഗ് രീതികൾക്ക് ക്വാണ്ടം കമ്മ്യൂണിക്കേഷനിലെ വിവരങ്ങൾ ചോർത്താൻ കഴിയില്ല. അതിനാൽ എൻക്രിപ്റ്റ് ഡാറ്റ കൈമാറ്റം സുരക്ഷിതമായി തന്നെ നടത്താനാകും. പ്രതിരോധം, ബാങ്കിംഗ്, ടെലികമ്മ്യൂണിക്കേഷൻ എന്നീ രംഗത്തെ ഭാവി ആശയവിനിമയ രീതിയായാണ് ഇതിനെ വിലയിരുത്തുന്നത്. രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൈമാറ്റം ചെയ്യപ്പെടുന്നത് കൂടുതൽ സുരക്ഷിതമായി മാറും. ആശയവിനിമയത്തിന് കേബിളുകളും വലിയ അടിസ്ഥാന സൗകര്യങ്ങളും വേണമെന്ന രീതിയും അപ്രസക്തമാണ്. ആശയവിനിമയം കൂടുതൽ ചെലവ് കുറഞ്ഞതുമായി മാറും. ഇത് ദുർഘടമായ സ്ഥലത്തും തടസ്സമില്ലാതെ വിവര കൈമാറ്റം സാധ്യമാക്കുന്നതുമാണ്. ക്വാണ്ടം സാങ്കേതിക വിദ്യ ലോകത്തെ കീഴടക്കി. 2035 ആകുമ്പോഴേക്കും $97 ബില്യൺ വിപണി വാഗ്ദാനം ചെയ്യും. വിവിധ മേഖലകളിൽ പുരോഗതി കൈവരിക്കുമെന്നാണ് ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. 6000 കോടി രൂപയുടെ സർക്കാർ സഹായത്തോടെ ഇന്ത്യ ഈ മേഖലയിൽ ഗണ്യമായ പുരോഗതി കൈവരിക്കും. എന്നാൽ സ്വകാര്യ ഫണ്ടിങ്ങിന്റെ അഭാവം രാജ്യത്തിന്റെ ക്വാണ്ടം യാത്രയെ മന്ദഗതിയിലാക്കിയേക്കാം. സാങ്കേതിക വിദ്യയുടെ വാണിജ്യ ഉപയോഗത്തിനായി ദീർഘകാല കാത്തിരിപ്പ് ആവശ്യമായതിനാൽ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് സ്റ്റാർട്ടപ്പുകളിൽ പണം നിക്ഷേപിക്കാൻ പലരും മടിച്ചു നിൽക്കുകയാണ്. ക്വാണ്ടം സാങ്കേതിക വിദ്യ ലോകത്തെ കീഴടക്കി. 2035 ആകുമ്പോഴേക്കും $97 ബില്യൺ വിപണി വാഗ്ദാനം ചെയ്ത വിവിധ മേഖലകളിൽ പുരോഗതി കൈവരിക്കും. 6000 കോടി രൂപയുടെ സർക്കാർ സഹായത്തോടെയാണ് ഇന്ത്യക്കാർ ഈ മേഖലയിൽ ഗണ്യമായ പുരോഗതി കൈവരിച്ചത്. എന്നാൽ സ്വകാര്യ ഫണ്ടിങ്ങിന്റെ അഭാവം രാജ്യത്തിന്റെ ക്വാണ്ടം യാത്രയെ മന്ദഗതിയിലാക്കിയേക്കും. ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് സ്റ്റാർട്ടപ്പുകളിൽ പണം നിക്ഷേപിക്കാൻ ചിലർ മടിച്ചു നിൽക്കുകയാണ്. കാരണം സാങ്കേതിക വിദ്യയുടെ വാണിജ്യോപയോഗത്തിനായി ദീർഘകാല കാത്തിരിപ്പ് ആവശ്യമാണ് എന്നുള്ളത് തന്നെയാണ്. ക്വാണ്ടം കമ്പ്യൂട്ടറുകൾ ഇപ്പോൾ ഒരു യാഥാർത്ഥ്യമായതോടെ ഏറ്റവും ശക്തമായ ക്ലാസിക്കൽ കമ്പ്യൂട്ടറുകളെ പോലും പരിധിക്കപ്പുറം സങ്കീർണമായ കമ്പ്യൂട്ടിംഗ് പ്രശ്നങ്ങൾ മിനിറ്റുകൾക്കുള്ളിൽ പരിഹരിക്കാൻ കഴിയും. ഇത് ഫാർമ, നിർമ്മാണം, ഊർജം, കെമിക്കൽ എഞ്ചിനീയറിംഗ്, മറ്റ് വിവിധ മേഖലകളിലുടനീളം കണ്ടെത്തലുകളും നൂതന ആശയങ്ങളുമൊക്കെ അതിവേഗം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ഈ ഒരു വളർന്നു വരുന്ന സാങ്കേതിക വിദ്യയിൽ ഇന്ത്യ എങ്ങനെയാണ് പ്രത്യക്ഷപ്പെടുന്നത് എന്നൊരു ചോദ്യവുമുണ്ട്. സംശയമില്ലാതെ തിളക്കമാർന്ന ഒരു സ്ഥലം എന്ന നിലയിൽ കഴിഞ്ഞ 2 വർഷത്തിനുള്ളിൽ ഉയർന്നു വന്ന 40-ലധികം ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് സ്റ്റാർട്ടപ്പുകളുടെ ഒരു കേന്ദ്രമാണ് ഇന്ത്യ. നാഷണൽ ക്വാണ്ടം മിഷൻ വഴിയുള്ള സാങ്കേതിക വിദ്യയ്ക്കുള്ള സർക്കാർ പ്രേരണയ്ക്ക് നന്ദി പറയുകയാണ് പലരും. രാജ്യം അതിൻ്റെ നിർമ്മാണ രംഗത്ത് ഇരട്ടിയിലധികം വളർച്ച കൈവരിക്കുകയും ലോകത്തിന് ഹാർഡ്വെയർ വിതരണം ചെയ്യുന്നതിനുള്ള കഴിവുകൾ വികസിപ്പിക്കുകയും അതേസമയം തന്നെ ഭൗമരാഷ്ട്രീയ പ്രക്ഷുബ്ധങ്ങളെ നേരിടുകയും ചെയ്യുന്ന ഒരു സമയത്ത് ആഗോള വിപണിയിൽ ഇന്ത്യയുടെ പുരോഗതി വിലയിരുത്തേണ്ടതും അത്യന്താപേക്ഷിതം തന്നെയാണ്. നാഷണൽ ക്വാണ്ടം മിഷന്റെ മിഷൻ ഗവേണിംഗ് ബോഡിയുടെ ചെയർമാനായ അജയ് ചൗധരിയുടെ അഭിപ്രായത്തിൽ ഇന്ത്യയുടെ ആദ്യത്തെ ക്വാണ്ടം കമ്പ്യൂട്ടറിന് 6 ക്യൂബിറ്റ് കണക്കുകൂട്ടൽ കൈവരിക്കാൻ ശേഷിയുണ്ടാകും. 1 വർഷത്തിനുള്ളിൽ അല്ലെങ്കിൽ ഏതാനും മാസങ്ങൾക്കുള്ളിൽ തന്നെ ഇത് നിർമ്മിക്കപ്പെടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അടുത്ത 3 വർഷത്തിനുള്ളിൽ 20 മുതൽ 50 ക്യൂബിറ്റ് ക്വാണ്ടം കമ്പ്യൂട്ടർ സ്ഥാപിക്കാനാണ് ദൗത്യം പദ്ധതിയിട്ടതും. അടുത്ത 5 വർഷത്തിനുള്ളിൽ 50 മുതൽ 100 ക്യൂബിറ്റ് ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് നിർമ്മിക്കാനും പദ്ധതിയുണ്ട്. അതുപോലെ അടുത്ത 10 വർഷത്തിനുള്ളിൽ 50 മുതൽ 100 ക്യൂബിറ്റ് കണക്കുകൂട്ടുകൾ കൈവരിക്കാൻ കഴിവുള്ള ഒരു ക്വാണ്ടം കമ്പ്യൂട്ടർ സ്ഥാപിക്കാനും ദൗത്യം പദ്ധതിയിടുന്നുണ്ട്. രാജ്യത്തിനുള്ളിൽ ഗ്രൗണ്ട് സ്റ്റേഷനുകൾക്കിടയിൽ 2000 കിലോമീറ്റർ ദൂരം വരെ ഉപഗ്രഹാധിഷ്ഠിത സുരക്ഷിത ക്വാണ്ടം ആശയവിനിമയങ്ങൾ സ്ഥാപിക്കുന്നതിനുള്ള കൂടുതൽ പദ്ധതികളും ഈ ദൗത്യത്തിലുണ്ട്. അതുപോലെ ഉപഗ്രഹവും ഫൈബർ അധിഷ്ഠിതവും ഉപയോഗിച്ച് മറ്റു രാജ്യങ്ങളുമായി ദീർഘദൂര സുരക്ഷിത ക്വാണ്ടം ആശയവിനിമയങ്ങൾ പ്രാപ്തമാക്കാനും പദ്ധതിയുണ്ട്. ഇതിനു പുറമെ 2000 കിലോമീറ്ററിലധികം ദൂരം സഞ്ചരിക്കുന്നതിനായി ഇന്റർസിറ്റി ക്വാണ്ടം കീ ഡിസ്ട്രിബ്യൂഷൻ നടപ്പിലാക്കുന്നതിനായി ഒരു മൾട്ടി നോഡ് ക്വാണ്ടം നെറ്റ്വർക്ക് സ്ഥാപിക്കാനും പദ്ധതിയിട്ടിട്ടുണ്ട്. കൃത്യതയുള്ള നാവിഗേഷനായി ആറ്റോമിക് ക്ലോക്കുകളുടെയും മാഗ്നറ്റോമീറ്ററുകളുടെയും വികസനത്തിനും പദ്ധതിയുണ്ട്. ആഗോള ക്വാണ്ടം സാങ്കേതിക വിദ്യയുടെ മത്സരത്തിൽ രാജ്യത്തെ സ്ഥാനം പിടിക്കുന്നതിനായി ഇന്ത്യയിൽ ക്വാണ്ടം സാങ്കേതിക വിദ്യകളുടെ ഗവേഷണവും നവീകരണവും ഒക്കെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി നാഷണൽ ക്വാണ്ടം മിഷൻ 4 തീമാറ്റിക് ഹബ്ബുകൾ, അതായത് ടി ഹബ്ബുകൾ സ്ഥാപിച്ചിട്ടുണ്ട്.
തീമാറ്റിക് ഹബ്ബുകൾക്ക് 4 ലംബങ്ങളുണ്ട്. അവ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ്, ക്വാണ്ടം കമ്മ്യൂണിക്കേഷൻ, ക്വാണ്ടം സെൻസറിംഗ് ആൻഡ് മെട്രോളജി, ക്വാണ്ടം മെറ്റീരിയലുകളും ഉപകരണങ്ങളും എന്നിവയാണ്. ബാംഗ്ലൂരുവിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിലെ ക്വാണ്ടം കമ്പ്യൂട്ടിംഗിനായി തീമാറ്റിക് ഹബ്ബായും ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ടെക്നോളജി മദ്രാസിനെ ക്വാണ്ടം ആശയവിനിമയത്തിനായി തിരഞ്ഞെടുത്തിട്ടുണ്ട്. അതുപോലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ബോംബെ, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ഡൽഹി എന്നിവയെ ക്വാണ്ടം സെൻസറിംഗ് ആൻഡ് മെട്രോളജി, ക്വാണ്ടം മെറ്റീരിയലുകളും ഉപകരണങ്ങളും എന്നിവയ്ക്കായും തീമാറ്റിക് ഹബ്ബുകളാക്കി മാറ്റിയിട്ടുമുണ്ട്. 2025 മെയ് മാസത്തിൽ ഇന്ത്യയിലെ ക്വാണ്ടം വ്യവസായം വികസിപ്പിക്കുന്നതിനായി ആന്ധ്രാപ്രദേശിലെ അമരാവതിയിൽ ക്വാണ്ടം വാലി ടെക് പാർക്കും സ്ഥാപിച്ചിട്ടുണ്ട്. ഇത് രാജ്യത്തെ ആദ്യത്തെ ക്വാണ്ടം ടെക്നോളജി പാർക്കായി തന്നെ കണക്കാക്കാം. ക്വാണ്ടം വാലി ടെക് പാർക്കിന്റെ പ്രധാന ബ്ലോക്കിന്റെയും സഹായ അടിസ്ഥാന സൗകര്യങ്ങളുടെയും നിർമ്മാണം ലാൻസർ ആൻഡ് ട്യൂബോ ഏറ്റെടുത്തിട്ടുമുണ്ട്. പാർക്ക് 2026 ജനുവരിയിൽ തുറക്കുമെന്നായിരുന്നു വിവരങ്ങൾ വന്നതും. ക്വാണ്ടം കമ്പ്യൂട്ടിംഗിനായി ബന്ധപ്പെട്ട ഗവേഷണവും വികസനവും സുഗമമാക്കുന്നതിനായി ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയം ആമസോൺ വെബ് സർവീസസുമായി സഹകരിച്ച് 2021 ജനുവരിയിൽ ഒരു ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് ആപ്ലിക്കേഷൻ ലാബ് സ്ഥാപിച്ചു. അതുപോലെ മാർച്ച് മാസത്തിൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ചിൽ നിന്നുള്ള ശാസ്ത്ര സാങ്കേതിക വകുപ്പും 13 ഗവേഷണ ഗ്രൂപ്പുകളും ഈ ക്വാണ്ടം സാങ്കേതിക വിദ്യകളുടെ വികസനത്തിനായി പൂനെയിൽ iHub ക്വാണ്ടം ടെക്നോളജി ഫൗണ്ടേഷനും ആരംഭിച്ചു. അങ്ങനെ ഒരുപാട് നീക്കങ്ങൾ ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. ഗവേഷണത്തിനും വികസനത്തിനും ഇന്ത്യ ഈ കാര്യത്തിലും മുൻതൂക്കം നൽകിയിട്ടുണ്ട്. ക്വാണ്ടം കമ്പ്യൂട്ടിംഗുമായി ബന്ധപ്പെട്ട ഗവേഷണങ്ങളും വികസനവും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയവും ആമസോൺ വെബ് സർവീസുമായി സഹകരിച്ചുകൊണ്ട് 2021 ജനുവരിയിൽ ഒരു ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് ആപ്ലിക്കേഷൻ ലാബ് സ്ഥാപിച്ചിരുന്നു. അതുപോലെ മാർച്ച് മാസത്തിൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ചിൽ നിന്നുള്ള ശാസ്ത്ര സാങ്കേതിക വകുപ്പും 13 ഗവേഷണ ഗ്രൂപ്പുകളും ചേർന്ന് ക്വാണ്ടം സാങ്കേതിക വിദ്യയുടെ വികസനത്തിനായി പൂനെയിൽ iHub ക്വാണ്ടം ടെക്നോളജി ഫൗണ്ടേഷനും ആരംഭിച്ചിട്ടുണ്ട്. അതേസമയം ISRO 300 മീറ്റർ ദൂരത്തിൽ ഫ്രീ സ്പേസ് ക്വാണ്ടം കമ്മ്യൂണിക്കേഷൻ വിജയകരമായി തന്നെ പ്രദർശിപ്പിച്ചിരുന്നു. ഇത് നേടുന്നതിനായി നിരവധി തദ്ദേശീയ പ്രധാന സാങ്കേതിക വിദ്യകളും വികസിപ്പിച്ചെടുത്തു. ട്രാൻസ്മിറ്റർ, റിസീവർ മൊഡ്യൂളുകൾ, ഗിംബൽ മെക്കാനിസം സിസ്റ്റങ്ങൾ എന്നിവയ്ക്കിടയിലുള്ള സമയ സമന്വയത്തിനായി ഇത് തദ്ദേശീയ നാവിക് റിസീവർ ഉപയോഗിച്ചു. ക്വാണ്ടം കീ ഡിസ്ട്രിബ്യൂഷൻ ലിങ്ക് ഉപയോഗിച്ചുകൊണ്ട് ഒരു ലൈവ് വീഡിയോ കോൺഫറൻസിംഗും പ്രദർശിപ്പിച്ചിരുന്നു. അഹമ്മദാബാദിലെ സ്പേസ് ആപ്ലിക്കേഷൻ സെന്റർ ക്യാമ്പസിലാണ് ഇത് പ്രദർശിപ്പിച്ചത്. ക്യാമ്പസിനുള്ളിലെ 2 ലൈൻ ഓഫ് സൈറ്റ് കെട്ടിടങ്ങൾക്കിടയിലായിരുന്നു പ്രകടനം നടത്തിയത്. പ്രദർശനത്തിന് നേരിട്ടുള്ള സൂര്യപ്രകാശത്തിന്റെ ഇടപെടൽ തടയുന്നതിനാണ് രാത്രിയിൽ ഇത് നടത്തിയത്. സാറ്റലൈറ്റ് ബേസ്ഡ് ക്വാണ്ടം കമ്മ്യൂണിക്കേഷൻ പ്രദർശിപ്പിക്കുക എന്ന ലക്ഷ്യത്തിലേക്കുള്ള ISROയുടെ ഒരു പ്രധാന നേട്ടമായി തന്നെ ഈ പരീക്ഷണത്തെ കാണാവുന്നതാണ്. അത് കഴിഞ്ഞ് ജൂലൈ മാസമായപ്പോഴേക്കും ഡിഫൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് ടെക്നോളജിയും സെന്റർ ഫോർ ഡെവലപ്മെന്റ് ഓഫ് അഡ്വാൻസ്ഡ് കമ്പ്യൂട്ടിംഗും ഇന്ത്യയിൽ ക്വാണ്ടം കമ്പ്യൂട്ടർ വികസിപ്പിക്കുന്നതിനായി സഹകരിക്കാനും തുടങ്ങി. പിന്നീട് ഇന്ത്യയിലെ അക്കാദമിഷ്യന്മാർ, വ്യവസായ പ്രൊഫഷണലുകൾ, വിദ്യാർത്ഥികൾ, ശാസ്ത്ര സമൂഹം എന്നിവർക്കായി ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് സിമുലേറ്റർ അതായത് QSIM ടൂൾ കിറ്റ് പുറത്തിറക്കി. ക്വാണ്ടം സാങ്കേതിക വിദ്യകളുടെ വികസനത്തിന് അന്തരീക്ഷം നൽകുന്നതിനും രാജ്യത്തെ ക്വാണ്ടം അൽഗോരിതങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ക്വാണ്ടം കോഡ് എഴുതാനും ഡീബഗ് ചെയ്യാനും ഗവേഷകരെ അനുവദിക്കുന്നതുമായി ഇത് ആരംഭിച്ചു. പിന്നീട് സെന്റർ ഫോർ ഡെവലപ്മെന്റ് ഓഫ് ടെലിമാറ്റിക് സ്റ്റാൻഡേർഡ് ഒപ്റ്റിക്കൽ ഫൈബറിൽ 100 കിലോമീറ്ററിൽ കൂടുതൽ പിന്തുണയ്ക്കുന്നതിനുള്ള ഒരു ക്വാണ്ടം കീ ഡിസ്ട്രിബ്യൂഷൻ പരിഹാരം അത് അനാച്ഛാദനം ചെയ്യുകയും ഒരു ക്വാണ്ടം കമ്മ്യൂണിക്കേഷൻ ലാബ് ആരംഭിക്കുകയും ഒക്കെ ചെയ്തു. ഡിസംബർ മാസത്തിൽ ഇന്ത്യൻ സൈന്യം ഒരു ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് ലബോറട്ടറിയും ഒരു AI സെന്ററും സ്ഥാപിക്കുകയുണ്ടായി. നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ സെക്രട്ടേറിയറ്റിന്റെ പിന്തുണയോടെ മധ്യപ്രദേശിലെ എഞ്ചിനീയറിംഗ് കോളേജിലാണ് ഇത് നടന്നത്. പിന്നീട് അടുത്ത വർഷം DRDOയിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ഡൽഹിയിലെയും ഇന്ത്യൻ ശാസ്ത്രജ്ഞർ 100 കിലോമീറ്ററിലധികം ക്വാണ്ടം കീ ഡിസ്ട്രിബ്യൂഷൻ ലിങ്ക് പ്രദർശിപ്പിക്കുന്നതിലും വിജയിച്ചു. ക്വാണ്ടം കീ ഡിസ്ട്രിബ്യൂഷൻ ലിങ്കിന്റെ പ്രകടനം കൈവരിക്കുന്നതിന് ശാസ്ത്രജ്ഞർ ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിനും വിന്ധ്യാചലിനും ഇടയിലുള്ള നിലവിലുള്ള വാണിജ്യ ഗ്രേഡ് ഫൈബർ ഒപ്റ്റിക്കൽ നെറ്റ്വർക്കുകളും ഉപയോഗിച്ചു. പിന്നീട് 2023 കേന്ദ്ര ടെലികോം മന്ത്രി അശ്വനി വൈഷ്ണവ് ഇന്ത്യയിലെ ആദ്യത്തെ അന്താരാഷ്ട്ര ക്വാണ്ടം എൻക്ലേവ്, രാജ്യത്തെ ആദ്യത്തെ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് അധിഷ്ഠിത ടെലികോം നെറ്റ്വർക്ക് ലിങ്ക് ദേശീയ തലസ്ഥാനമായ ന്യൂഡൽഹിയിലെ CGO കോംപ്ലക്സിലെ സഞ്ചാർ ഭവനും നാഷണൽ ഇൻഫോർമാറ്റിക്സ് സെന്റർ ഓഫീസും തമ്മിൽ പ്രവർത്തനക്ഷമമാണെന്നും പ്രഖ്യാപിച്ചു. പിന്നീട് മുംബൈയിലെ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെന്റൽ റിസർച്ചിലെ പ്രൊഫസർ R. വിജയരാഘവന്റെ അഭിപ്രായത്തിൽ
ഈ സൂപ്പർ കണ്ടക്ടിംഗ് ക്യൂബിറ്റുകൾ അടിസ്ഥാനമാക്കിയുള്ള 3 ക്യൂബിറ്റ് ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രദർശിപ്പിച്ചിട്ടുണ്ട്. 2024 പൂനെയിൽ DRDOയും യങ് സയന്റിസ്റ്റ് ലബോറട്ടറി ഫോർ ക്വാണ്ടം ടെക്നോളജീസ് അഥവാ DYSL, മുംബൈയിലെ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെന്റൽ റിസർച്ച് എന്നിവയിൽ ഇന്ത്യൻ ശാസ്ത്രജ്ഞർ 6 ക്യൂബിറ്റ് ക്വാണ്ടം പ്രോസസ്സിംഗ് എൻഡ്-ടു-എൻഡ് പരീക്ഷണവും പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇത് സൂപ്പർ കണ്ടക്ടിംഗ് സർക്യൂട്ട് സാങ്കേതിക വിദ്യയെ അടിസ്ഥാനമാക്കിയുള്ളതായിരുന്നു. നാഷണൽ ക്വാണ്ടം മിഷന്റെ സഹായത്തോടെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി മണ്ടിയിലെ സെന്റർ ഫോർ ക്വാണ്ടം സയൻസ് ആൻഡ് ടെക്നോളജീസിൽ തദ്ദേശീയമായി നിർമ്മിച്ച ഒരു റൂം ടെമ്പറേച്ചർ ക്വാണ്ടം കമ്പ്യൂട്ടർ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. വേഗത്തിലുള്ള കണക്കുകൂട്ടലുകൾക്കായി ക്വാണ്ടം കമ്പ്യൂട്ടർ ഫോട്ടോണുകളും ഉപയോഗിച്ചു. ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഉദ്യോഗസ്ഥന്റെ അഭിപ്രായത്തിൽ ഈ റൂം ടെമ്പറേച്ചർ ഒപ്റ്റിക്കൽ ക്വാണ്ടം കമ്പ്യൂട്ടറിന് പരമ്പരാഗത അൽഗോരിതങ്ങൾ ഉപയോഗിക്കാതെ തന്നെ 86% കൃത്യതയോടെ ഡാറ്റ വിശകലനം ചെയ്യാനും പരിഹാരങ്ങൾ നിർദ്ദേശിക്കാനുമുള്ള കഴിവുണ്ട് എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അതുപോലെ CPU-വിന് പകരം ക്വാണ്ടം കമ്പ്യൂട്ടറിന്റെ സങ്കീർണമായ യൂസർ ഇന്റർഫേസ്, ക്വാണ്ടം സിമുലേറ്റർ, ക്വാണ്ടം പ്രോസസ്സിംഗ് കഴിവുകൾ എന്നിവയിലുള്ള ഒരു ഗ്രാഫിക് പ്രോസസ്സർ അതായത് GPU ആയി പ്രവർത്തിക്കും. ബാംഗ്ലൂരുവിലെ രാമൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ക്വാണ്ടം ടെക്നോളജി ഗവേഷണത്തിനായി ഒരു പ്രത്യേക ലബോറട്ടറിയും സ്ഥാപിച്ചിട്ടുണ്ട്. ക്വാണ്ടം ഇൻഫർമേഷൻ ആൻഡ് കമ്പ്യൂട്ടിംഗ് ലാബ് എന്നറിയപ്പെടുന്ന ഇത് പ്രൊഫസർ ഉപാസി സിൻഹയുടെ നേതൃത്വത്തിലാണ് പ്രവർത്തിക്കുന്നത്. ഫോട്ടോണിക് ക്വാണ്ടം സയൻസ് ആൻഡ് ടെക്നോളജികൾക്കായി ഈ ലാബ് പ്രവർത്തിക്കും. ക്വാണ്ടം ടെക്നോളജികളിലെ വിവിധ ആപ്ലിക്കേഷനുകൾക്കായി ഹെറാൾഡഡ് കുടുങ്ങിയ ഫോട്ടോൺ സ്രോതസ്സുകളിലെ ഉപയോഗം നിർമ്മിക്കുകയും സ്ഥാപിക്കുകയും ചെയ്യുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ലാബുകളിലൊന്നാണിത്. 2025 ഇതേ പ്രക്രിയ IBMന്റെ ഒരു വാണിജ്യ ക്വാണ്ടം കമ്പ്യൂട്ടിംഗും പരീക്ഷിച്ചത്. 2025 മെയ് മാസത്തിൽ IBM, TCS, ആന്ധ്രാപ്രദേശ് സർക്കാർ എന്നിവ അമരാവതിയിലെ ക്വാണ്ടം വാലി ടെക് പാർക്കിൽ പങ്കെടുത്തതിനും ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്വാണ്ടം കമ്പ്യൂട്ടർ വികസിപ്പിക്കുന്നതിനുമായി ഒരു പങ്കാളിത്തവും രൂപീകരിച്ചിട്ടുണ്ട്. ഇനി അങ്ങോട്ട് ഇന്ത്യയിൽ ക്വാണ്ടം കമ്പ്യൂട്ടിംഗിന്റെ കാലമാണ്. അതിനായുള്ള എല്ലാ നീക്കങ്ങളും ഇന്ത്യയുടെ ഭാഗത്തു നിന്നും നേരത്തെ തന്നെ തുടങ്ങിയിട്ടുമുണ്ട്. വളർന്നു വരുന്ന തലമുറയ്ക്ക് സാധ്യതകൾ തുറന്നുകൊടുക്കാൻ ഈ സാങ്കേതിക വിദ്യയ്ക്ക് സാധിക്കുമെന്നതിൽ ഒരു സംശയവുമില്ല. അതിനുള്ള തെളിവുകൾ തന്നെയാണ് സ്റ്റാർട്ടപ്പുകളുടെ ഉയർത്തെഴുന്നേൽപ്പ്. 2026 ഈ ആകർഷകമായ സാങ്കേതിക വിദ്യ വിസ്മയങ്ങൾ തന്നെ സൃഷ്ടിക്കും. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.